ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ആയിട്ട് പറയണത്. അപ്പൊ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് പ്രൊമോ വന്നത്. അപ്പൊ പ്രൊമോയിൽ കാണിക്കണത് വേറൊന്നുമല്ല, അങ്ങനെ നമ്മുടെ കല്യാണിയുടെ അടുത്തേക്ക് വീണ്ടും കാർത്തിക വരുവാണ്. കാർത്തിക ആകെ ടെൻഷനിലാണ് കേട്ടോ. കല്യാണി ചോദിക്കണ്ടേ, എന്താ ചേച്ചി ചേച്ചി ഇപ്പൊ ആകെ ടെൻഷനിലും പേടിയിലൊക്കെയാണല്ലോ. ഞങ്ങൾ പറഞ്ഞില്ലേ അയാള് ആ ഗംഗപ്രസാദ് പറഞ്ഞ ആളെ എങ്ങാനും വരുവാണെങ്കിൽ ചേച്ചിയുടെ സഹായത്തിന് ഞാനുണ്ട്, കിരണേട്ടനുണ്ട്, കിരണേട്ടന്റെ അച്ഛനുണ്ട്, അച്ഛന്റെ എല്ലാ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ചേച്ചി എന്തിനാ പേടിക്കണത്? ഒന്നും കൊണ്ട് പേടിക്കണ്ട. പിന്നെ ലക്ഷ്മിയമ്മ സേഫ് ആയിട്ടാണുള്ളത്. ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണമെന്നൊക്കെ ചോദിക്കുമ്പോ നമ്മുടെ കാർത്തിക പറയണ്ട, മോളെ നീ വിചാരിക്കുന്ന പോലെയല്ല ഗംഗപ്രസാദ്, നിങ്ങൾക്ക് ഇപ്പോഴും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാനിട്ടാണ്. എനിക്ക് അവനെ നല്ല പേടിയാണ്. ഞാൻ എവിടെ പോകുമ്പോഴും അവൻ എന്റെ പുറകെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. ആണോ? എങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേച്ചിയുടെ പുറകെ തന്നെ ഉണ്ടെന്നല്ല ചേച്ചി പറയണത്. നമുക്ക് ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാം. ഷോപ്പിങ്ങിന് പോകുമ്പോ അവൻ പുറകിലുണ്ടെന്ന് നമുക്കറിയാലോ. എനിക്കും ആ ഗംഗപ്രസാദ് പറഞ്ഞ ആളെ ഒന്ന് നേരിട്ട് കാണാലോ. ശരി മോളെ, എന്ന് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയാട്ടോ. അങ്ങനെ അവർ ടെക്സ്റ്റൈൽസിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ശരിക്കും പ്രൊമോയിൽ കാണിക്കണത് എന്താ വെച്ചാൽ ടെക്സ്റ്റൈൽസിൽ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും പോണ സമയത്ത് അതേ ടെക്സ്റ്റൈൽസ് തന്നെ ഗംഗപ്രസാദ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് തിരിയുമ്പോഴാണ് കാർത്തികനെയും കല്യാണിനെയും കാണുന്നത്. അങ്ങനെ ഗംഗപ്രസാദിന് ആകെ ടെൻഷൻ ആവാട്ടോ. ഈശ്വര, നിങ്ങൾ കറക്റ്റ് സമയത്തിന് ഇത് എങ്ങനെ എത്തി ഇവിടെ? പെട്ടെന്ന് ആ കടയിൽ നിന്ന് ഒരു മാസ്ക് മേടിച്ചിട്ട് മുഖം മാസ്ക് വെച്ച് ഇങ്ങനെ മറയ്ക്കുവാണ്. ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴേക്കും നമ്മുടെ കാർത്തിക പെട്ടെന്ന് തന്നെ ഗംഗപ്രസാദിനെ കാണുന്നുണ്ട്. കാർത്തിക ആകെ ഞെട്ടുവാണ്. ഗംഗപ്രസാദും കാർത്തികനെ കണ്ടിട്ട് ആകെ അവിടെ നിന്ന് ഇങ്ങനെ വെപ്രാളം കാണിക്കാട്ടോ. അപ്പൊ തന്നെ കാർത്തികക്ക് മനസ്സിലായി മാസ്ക് വെച്ചാലും ഇത് തന്നെ ഗംഗപ്രസാദ് തന്റെ ചേട്ടനാണെന്നുള്ള സത്യം മനസ്സിലാവാണ്. കാർത്തിക വേഗം തന്നെ കല്യാണി അടുത്തേക്ക് പോവാണ്. കല്യാണി, ദേ അവൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയാണ്. ആര്? ആ ഗംഗപ്രസാദോ? അതേ, ഞാൻ കണ്ടു. അവൻ എന്നെ കണ്ടപ്പോഴേക്കും ഒരു മാസ്ക് ഒക്കെ വെച്ച് മറഞ്ഞു നിൽക്കുമായിരുന്നു. ആണോ? എങ്കിൽ എനിക്ക് അവനൊന്ന് കാണണമല്ലോ ചേച്ചി എന്ന് പറയാണ്. എവിടെയാ കണ്ടത്? ദേ ഇവിടെ വെച്ചിട്ടാ കല്യാണി കണ്ടത് എന്ന് പറയണം. അങ്ങനെ കല്യാണിയും കൂടി കാർത്തികയുടെ കൂടെ പോവാണ്. അവിടെ എല്ലായിടത്തും തപ്പുന്നുണ്ട്, പക്ഷെ എവിടെയും കാണുന്നില്ല കേട്ടോ. ഗംഗപ്രസാദ് ഒരു മൂലക്ക് ഒളിച്ചിങ്ങനെ നിൽക്കുമായിരിക്കും. അങ്ങനെ കാർത്തികൻ കല്യാണി കുറെ നേരം നോക്കി നോക്കി വരുമ്പോഴേക്കും ഒരു മൂലക്ക് ഒളിഞ്ഞിരിക്കണ ഗംഗപ്രസാദിനെ കാണുന്നുണ്ട് കാർത്തിക. കാർത്തിക പറയണ്ട്, ദേ കല്യാണി, ദേ ആ നിക്കണതാണ് ആ ഗംഗപ്രസാദ് എന്ന് പറയാണ്. ഏത്? ആ മരണം നിൽക്കുന്നവനോ, മാസ്ക് വെച്ചവനോ? അതെ, അത് തന്നെയാണ് എന്ന് പറയാണ്. കല്യാണി ഒന്ന് പുറകെ തിരിഞ്ഞാണ് നിൽക്കുന്നത്. കല്യാണിക്ക് ഒരു സംശയമൊക്കെ ആ സമയത്ത് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. കല്യാണി പതുക്കെ ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ കാർത്തിക അടുത്ത് പറഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക ചേച്ചി, ഞാൻ പോയിട്ടൊന്ന് നോക്കാം എന്ന് പറയാണ്. അപ്പൊ കാർത്തിക ശരി എന്ന് പറയണ്ട. അപ്പൊ കാർത്തിക കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ. അങ്ങനെ കല്യാണി പതുക്കെ ഗംഗപ്രസാദ് ഇങ്ങനെ തോണ്ടി വിളിക്കുകയാണ്. വിളിക്കുമ്പോഴേക്കും ഗംഗ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കല്യാണി ഇങ്ങനെ മുമ്പിൽ നിൽക്കുവാട്ടോ. കല്യാണി കുറച്ചു നേരം ഗംഗപ്രസാദിനെ നോക്കുന്നുണ്ട്. ഗംഗപ്രസാദ് കല്യാണി നോക്കാണ്. പ്രസാദ് വിചാരിക്കണ എന്താണ്? ഓ, ഇത് കല്യാണിയല്ലേ, കല്യാണിയുടെ മുമ്പിൽ ഇപ്പൊ താൻ ജെറിയാണല്ലോ, പിന്നെ മാസ്ക് മാറ്റി എന്താ കുഴപ്പം? അവൾ എന്തായാലും ഇവിടെ നിന്ന് കാണുന്നില്ല, അപ്പൊ കല്യാണി മുമ്പിൽ ജെറിയായിട്ട് തന്നെ അഭിനയിക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് ആ കല്യാണി, ഇത് ഞാനായിരുന്നു എന്ന് പറയണ. ഇതാരും ജെറിച്ചേട്ടനോ? ജെറിച്ചേട്ടൻ എന്താ ഇവിടെ നിൽക്കണത്? ഒന്നുമില്ല, ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ വന്നായിരുന്നു, അവനെ നോക്കി നിൽക്കുമായിരുന്നു. ഓ ആണോ? അല്ല കല്യാണി എന്താ ഇവിടെ? അല്ല, ഞാൻ എന്റെ ചേച്ചിയുടെ കൂടെ വന്നിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാണ്ട്. ആണോ? എനിക്ക് കുറച്ച് തിരക്കുണ്ട് കല്യാണി, പിന്നെ കാണാവേ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അവിടെ നിന്ന് പോകുവാട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് പോയി കഴിയുമ്പോഴേക്കും കല്യാണി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ശേഷം കാർത്തിക പറയണ്ടേ, കല്യാണി നിനക്ക് അവനെ പരിചയമുണ്ടോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ചേച്ചി ഏകദേശം കാര്യങ്ങളൊക്കെ. ഇത് ആരാണെന്ന് ചേച്ചിക്ക് മനസ്സിലായോ? ഇല്ല. ഇവനാണ് ജെറി ജോൺ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നില്ലേ, ഞാൻ പറയാറില്ലേ കിരണേട്ടന ഒരു അപകട സമയത്ത് രക്ഷിച്ച ജെറി എന്ന് പറഞ്ഞ ചേട്ടനെ കുറിച്ച്. അവനാണ് ഇവൻ. അമ്പടാ, അപ്പൊ ഇവൻ തന്നെയാണ് ഗംഗപ്രസാദ്. അപ്പൊ കല്യാണി നീ ഉറപ്പിച്ചോ, കിരണിന് അപകടം വരാൻ കാരണം രാഹുൽ എന്ന് പറഞ്ഞ ആ അങ്കിളൊന്നും അല്ല, ഈ ഗംഗപ്രസാദ് തന്നെയാണ്. ഇവന്റെ ഗുണ്ടകൾ തന്നെയാണ് കിരണ തല തല്ലി പൊട്ടിച്ചതെന്ന് പറയണം. അപ്പൊ കല്യാണി പറയണ്ട്, എനിക്കും ചെറിയ സംശയമൊക്കെ തോന്നിയായിരുന്നു. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമ്പോ കഴിഞ്ഞ ദിവസം ചേച്ചി വന്ന സമയത്ത് ഇയാള് മനഃപൂർവ്വം ചേച്ചിയെ കാണാണ്ട് വേഗം അവിടെ നിന്ന് ഓടിപ്പോകുകയായിരുന്നു. അപ്പൊ തന്നെ എനിക്കൊരു സംശയം തോന്നുകയാണ്. പിന്നെ കിരണേട്ടനോട് ആ കാര്യം പറഞ്ഞില്ല, ഒന്ന് ഉറപ്പിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. എന്തായാലും ഈ സത്യം നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി. ഇയാള് വീട്ടിൽ എനിക്ക് കിരണേട്ടനെ കാണാൻ വരുമല്ലോ, അപ്പൊ നമുക്ക് കയ്യോടെ പിടിക്കാം എന്ന് പറയാണ്. അത് മതി കല്യാണി, എന്തായാലും ഇയാള് കൊള്ളാൻ കേട്ടോ. ഒരിക്കലും ഒരു സംശയം തോന്നാത്ത രീതിയിൽ കിരണേട്ടനെ രക്ഷിക്കണ പോലെ അഭിനയിച്ചത്. അതെ, അതാ ഞാൻ പറഞ്ഞത്, ഇവനെ പെട്ടെന്നൊന്നും സംശയം ആർക്കും തോന്നില്ല. കണ്ടില്ല, ഭയങ്കര ജെന്റിൽമാനാ, പെട്ടെന്ന് ആരും പിടികൊടുക്കാത്ത ഒരു ക്യാരക്ടറുമാണ്. അതുകൊണ്ടാ പെട്ടെന്ന് ആർക്കും മനസ്സിലാവാത്തത്. എന്തായാലും ഇവൻ വരട്ടെ ചേച്ചി, നമുക്കൊരു പണി കൊടുക്കാം എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ കാർത്തിക ഇല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജെറി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഗംഗപ്രസാദ് ജെറി ആയിട്ട് കിരണിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ കല്യാണി കാര്യങ്ങളൊക്കെ കിരണിനോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരൊരു ചെറിയൊരു പ്ലാൻ നടത്തുവാണ്. വേറൊന്നുമില്ല, ജെറി വരുമ്പോഴേക്കും മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചൊതുക്കുക, അതായത് വീടും വാതിലും ജനലൊക്കെ കുറ്റിയിട്ട് ജെറിനെ നല്ല രീതിയിൽ പന്നിക്കിടുക, അതാണ് ഇവരുടെ ഉദ്ദേശം. അങ്ങനെ ജെറി പതിവ് പോലെ കിരണിനെ കാണാൻ വേണ്ടി വരികയാണ്. വാതിലിൽ മുട്ടുന്നുണ്ട്. കല്യാണിയാണ് വാതിൽ തുറക്കുന്നത്. ആഹാ, ഇതാരും ജെറി ചേട്ടനോ? വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ്
അകത്തേക്ക് വാ ജെറി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. അപ്പൊ ജെറി അകത്തേക്ക് വരുന്നുണ്ട്. എന്താ കല്യാണി, കിരണ് എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടോ? ഓ, ഒരു മാറ്റവും ഇല്ല ജെറി ചേട്ടാ, ഇനി ജീവിതാവസാനം വരെ കിരണേട്ടൻ ഇങ്ങനെ കിടക്കുമെന്നൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോ പതുക്കെ ജെറിയുടെ മുഖത്തൊരു ചിരി വരും കേട്ടോ. കല്യാണി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ജെറി ചേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. അപ്പൊ അവിടെ കിരണ കാണുന്നില്ല കേട്ടോ. അയ്യോ, കിരണ കാണുന്നില്ല കല്യാണി, കിരണ എഴുന്നേറ്റ് നടക്കാനും പറ്റില്ലല്ലോ. പിന്നെ കിരണിന്റെ എവിടെ പോയി? അയ്യോ, പറഞ്ഞ പോലെ കിരണേട്ടന്റെ എവിടെ പോയി? കിരണേട്ടാ, കിരണേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ദീപയും താരയൊക്കെ വാതിലൊക്കെ അങ്ങോട്ട് ലോക്ക് ഇടുവാട്ടാ. എല്ലാ വാതിലും ജനലിൽ ലോക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ജെറീനെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ജെറി ഞെട്ടിപ്പോവാണ്. ദേ കിരണും കല്യാണിയും മുമ്പിൽ നിൽക്കുവാണ്. അതിനുശേഷം ജെറിനെ തന്നെ സൂക്ഷിച്ചു നോക്കുവാട്ടോ. ജെറി അപ്പൊ ഇങ്ങനെ പറയണ്ട്, കല്യാണി ഇതെന്താ സംഭവം? കിരണിനെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? കിരണ അപ്പൊ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയോ? അതെ കിട്ടി. തന്റെ പേരെന്താ പറഞ്ഞത്? ജെറി ജോൺ. ജെറി ജോൺ അല്ലേ? കാർത്തിക ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ തന്നെ ജെറിക്ക് കാര്യം മനസ്സിലായി. തന്റെ അഭിനയം എല്ലാം പൊളിഞ്ഞു എന്നും. അങ്ങനെ കാർത്തിക മുമ്പിലേക്ക് വരുവാണ്. ജെറിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. നോക്കുമ്പോ ഈ വശത്ത് കാർത്തിക, ഇപ്പുറത്തെ കിരൺ, നേരെ മുമ്പിൽ കല്യാണി, പുറകിൽ നിൽക്കുന്ന താരയും ദീപയൊക്കെ. ഇനി എന്താ ചെയ്യാ? ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനും പറ്റാത്ത അവസ്ഥയാണല്ലോ ഈശ്വര എന്ന് നമ്മുടെ ഗംഗപ്രസാദ് വിചാരിക്കുകയാണ്. അപ്പൊ ഗംഗപ്രസാദ് പറയാനുണ്ട്, ഓഹോ, അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം എന്നെ പ്ലാൻ ചെയ്ത് കൊടുക്കുമായിരുന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാ ചെയ്തത്. നീ എന്താടാ വിചാരിച്ചത്? ഞങ്ങൾ ഒരിക്കലും നിന്നെ കണ്ടുപിടിക്കില്ലെന്നോ? ഞങ്ങൾക്ക് അപ്പൊ തന്നെ, നീ ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോ ഞങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം നീ വന്നപ്പോ തൊട്ട് ഞങ്ങൾക്ക് സംശയമൊക്കെ തോന്നി തുടങ്ങിയതാടാ എന്ന് പറയാണ്. അപ്പോ നിങ്ങൾ എന്നെ കുടുക്കി ജയിലിടാൻ പോണ ഉദ്ദേശമാണോ എന്ന് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഇട്ടാലും വിത്തിൻ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ആയിക്കോട്ടെ, നിന്നെ ജയിലിൽ ആക്കാമോ എന്ന് ആരാ പറഞ്ഞത്? നിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ പെരുമാറാൻ പോകുവാടാ എന്ന് പറയാണ് കിരൺ. അതിനുശേഷം കാർത്തികയെ കൊടുത്തോ അടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാർത്തിക ജെറിയുടെ മുഖത്തിന് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. ശേഷം കല്യാണിയും കൊടുക്കുന്നുണ്ട്. എന്റെ കിരണേട്ടനെ അപ്പൊ അപായപ്പെടുത്തത് നീയാണല്ലേടാ, എന്നിട്ട് നീ തന്നെ രക്ഷകനായിട്ട് വന്നു. എന്നിട്ട് നീ തന്നെ രക്ഷിച്ച പോലെ അഭിനയിച്ചു ഇവിടെ വന്നിട്ട് നല്ല പിള്ള ചമഞ്ഞു. എല്ലാം നിന്റെ അഭിനയമാണല്ലേടാ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കൊടുക്കാണ്, കിരണും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജെറിനെ ഒരു ഇഞ്ച പരിവാക്കാണ് കിരണും അതുപോലെ തന്നെ കല്യാണിയും കാർത്തികയും എല്ലാരും കൂടിയിട്ടിട്ട്. അതിനുശേഷം അവിടുന്ന് ഒരു ഒറ്റ തള്ളി വിടുവാണ്. ഇനി മേലെ ഇങ്ങോട്ടേക്ക് കണ്ടുപോകരുത്. ഇന്ന് നിന്റെ അഭ്യാസമായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. നിന്റെ അഭ്യാസമൊക്കെ ചിലപ്പോ നിങ്ങളുടെ നാട്ടിൽ നടക്കുമായിരിക്കും, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നിന്റെ നാടല്ല, അത് നീ ഓർക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ പിടിപാടുള്ളത് ഞങ്ങളെ പോലെയുള്ള കുറച്ച് സാധാരണക്കാർക്ക് മാത്രമാണ്. നിന്റെ അടവൊന്നും ഇവിടെ നടക്കില്ല മോനെ എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. ചെറി അതെ ഗംഗപ്രസാദ് നാണം കെട്ട് പോകുവാട്ടോ അവിടുന്ന്. എന്താ നമ്മുടെ പ്രൊമോയില് കാണിച്ചത്? കിരണും കാർത്തിയും കൂടി നമ്മുടെ ഗംഗപ്രസാദിനെ കൈയോടെ പിടിക്കുന്നുണ്ട്. ഗംഗപ്രസാദിനെ വീട്ടിൽ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയിട്ട് കിരണും കല്യാണിയും കാർത്തികൊക്കെ മാറി മാറി അടിക്കുന്ന ഭാഗമുണ്ട്. എന്നാലും ഈ ആഴ്ചയാണ് തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ വീക്കെൻഡ് പ്രൊമോ വെള്ളിയാഴ്ച കാണിച്ച ആകെ ഗംഗപ്രസാദിനെ കിരണും കല്യാണിയും ജസ്റ്റ് ഇങ്ങനെ നോക്കണ ഭാഗം മാത്രമേ വെള്ളിയാഴ്ചത്തെ പ്രൊമോയിൽ കാണിച്ചുള്ളൂ. അപ്പൊ ഫുൾ പ്രൊമോ ഇന്നലെയാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പൊ ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല സൂപ്പർ പ്രൊമോ ആണ് ട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.